ഈ ഉച്ച സമയത്ത് നമുക്ക് ധ്യാനിക്കാം ഒരു വാക്യം. സങ്കീർത്തനം 34 അധ്യായം 5 വാക്യം. അവങ്കലെ നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കലെ നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. ഇത് ഞാൻ പറയുന്നത് കാരണം നാം ലജ്ജിച്ചു പോകുന്നില്ല. നാം ഈ ലോകത്തിലെ അനുരൂപമാകാതെ നമ്മെ തന്നെ കാത്തുകൊള്ളുമ്പോൾ നമുക്ക് ലജ്ജിതരായി മാറുന്നില്ല. നാം ലജ്ജിക്കപ്പെട്ടു പോകുന്നില്ല. എൻ്റെ ജനം എന്നെ നോക്കി വിളിക്കുമ്പോൾ അവരുടെ ദേശത്തിന് ക്ഷേമം വരുത്തുന്ന കർത്താവ്. അവങ്കിലെ നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. തമിഴൊരു വാക്യമുണ്ട്. ഉപദ്രവപ്പെട്ടവരുടെ ഉപദ്രവത്തെ അല്പമായി എണ്ണാമലും അറുവറുക്കാമലും നമ്മുടെ മുഖത്തെ അവനുക്ക് മറയ്ക്കാമലും ഇരുന്നത് അവൻ എന്നെ നോക്കി കൂപ്പിടുകയിൽ കേട്ടറിയിനാർ. അതായത് ദൈവത്തെ നോക്കി വിളിക്കുമ്പോൾ ദൈവം ഉത്തരം അരുളുന്നു. ആരായാലും ആര് വിളിച്ചാൽ യേശുപ്പച്ചൻ കേൾക്കുന്നതാണ്. യേശുപ്പച്ചൻ്റെ വാക്ക് കേൾക്കുവാൻ നാം സന്നിധരാകേണ്ടതാണ്. അവങ്കിലേക്കൊക്കെ പ്രകാശിതരായി കർത്താവിലേക്ക് നോക്കുന്ന നമ്മുടെ മുഖം, കർത്താവിലേക്ക് യേശുവിലേക്ക് നോക്കുന്ന നമ്മുടെ മുഖം പ്രകാശിതരായി മാറും. കർത്താവിൻ്റെ മുഖത്ത് നോക്കുന്നവരുടെ മുഖം കാണുമ്പോൾ പ്രകാശമാണ്. ഇത് റിയൽ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റും. ഇരുണ്ടിരിക്കുന്ന അവസ്ഥയെ മാറ്റുന്ന അനുഭവം. എൻ്റെ ജീവിതത്തിൽ ഇരുട്ടായിട്ട് പോയ ഒരു അനുഭവങ്ങളുണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവത്തെ പിടിക്കുവാൻ ആഹ്വാനം ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട് ചെന്നൈയിലൊക്കെ. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ദൈവത്തെ വിളിച്ചു. ദൈവത്തെ വിട്ടില്ല, മുറുകെ പിടിച്ചു. കർത്താവിനെ വിളിക്കുവാൻ ആ ഒരു ദർശനം അത് അന്ത്യം വരെയും വേണമെന്നുള്ള ആ നിശ്ചയം കൊണ്ട് ഞാൻ ബൈബിൾ വായിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നു. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുക, സമാപ്തിയിലേക്ക് എത്തും, അതിനായി കാത്തിരിക്കുക എന്ന് വാക്യമുണ്ട്. നാം ദർശനത്തിനായി കാത്തിരിക്കുക, ഓടിച്ച് പലകയിൽ എഴുതുക. നാം എഴുതപ്പെടുന്ന ഒരു അനുഭവം, നാം എഴുതുമ്പോൾ ദൈവം നമ്മുടെ ദർശനം നിറവേറുന്ന ഒരു ദിവസം വരും. അപ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകുന്നില്ല. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് കർത്താവ് പറയും. എത്ര സത്യമെന്ന് നമുക്ക് അറിയാമാവാൻ പോകുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കും, ആശീർവദിക്കും. കർത്താവ് കൂടെയുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഈ വാക്യം എന്താണ് പറയുന്നത്? നമ്മൾ ദർശനത്തിനായി കാത്തിരിക്കണം. ദർശനം നിറവേറുന്നവരെ നാം എഴുതുമ്പോൾ നമ്മുടെ കാര്യങ്ങളത് നിവൃത്തി ചെയ്യുന്നതാണ്. കർത്താവ് നമ്മെ നടത്തും, പരിപാലിക്കും, അനുഗ്രഹിക്കും. ആമേൻ.